ആ പതാക ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ മാത്രം മനസ്സിലാക്കിയാൽ മതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولئك الذين هدى الله فبهداهم اقتده. صدق الله العظيم. قال رسول الله صلى الله عليه وسلم: لا يؤمن أحدكم حتى يكون هواه تبعا لما جئت به أو كما قال. ആദരണീയരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവർകൾ, ഈ വേദിയിൽ സന്നിഹിതരായ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ ഭാരവാഹികൾ, SYS, SSF, ജമിയത്തുൽ മുഅല്ലിമീൻ സംഘടനകളുടെ നേതാക്കൾ, മുശാവറ അംഗങ്ങൾ അടക്കമുള്ള ഈ സാരഥികളുടെ സാന്നിധ്യത്തിൽ ഇവിടെ തടിച്ചുകൂടിയ പതിനായിരങ്ങൾ പങ്കുവെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികാരം ശരീരത്തിൻ്റെ ഇച്ഛകൾക്ക് വഴിപ്പെടുന്നതിനു പകരം പണ്ഡിതന്മാരോടുള്ള വിധേയത്വവും ആഭിമുഖ്യവും വീണ്ടും പ്രഖ്യാപിക്കുക എന്നതാണ്. ധാരാളം വെല്ലുവിളികൾ നമ്മുടെ രാജ്യത്ത് സമുദായങ്ങൾ നേരിടുന്നുണ്ട്. ആ വെല്ലുവിളികളെ തരണം ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെഡിസിനായിട്ട് നാം കാണേണ്ടത് ഉന്നതന്മാരായ ഗുരുവര്യന്മാരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവർ കാണിച്ചു തരുന്ന പാത പിന്തുടരുകയും ചെയ്യുക. യൂറോപ്പിൻ്റെ സംസ്കാരവും ഭാരതത്തിൻ്റെ സംസ്കാരവും തമ്മിൽ ധാരാളം വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന കൾച്ചറുകൾ, വിശാലമായ ആ കൾച്ചറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇസ്ലാമിക് കൾച്ചർ. ഓരോ മനുഷ്യൻ്റെയും ജീവിതം പാകപ്പെടുത്തി എടുക്കാൻ വൈദേശിക ശക്തികളെ, യൂറോപ്പിനെ അനുകരിക്കുന്ന തത്രപ്പാടിലാണ് ഇന്ന് നമ്മുടെ യുവാക്കൾ ഉള്ളത്. യൂറോപ്പിൽ എന്താണോ ഉള്ളത് അത് അപ്പടി ഇവിടെ പകർത്തുന്ന തിരക്കുകൾക്കിടയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകം മറന്നുപോകുന്നു എന്നതാണ് ആധുനിക ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. സമയനിഷ്ഠ പാലിക്കുക, അതുപോലെ സ്വാതന്ത്ര്യം പരമാവധി ഉപയോഗപ്പെടുത്തുക. ഈ രണ്ട്
കാര്യങ്ങളിൽ സമയനിഷ്ഠ കൃത്യമായി പിന്തുടരുക എന്ന യൂറോപ്പിൻ്റെ രീതി നമുക്കും പിന്തുടരാവുന്നതാണ്. കാരണം സമയത്തിന് വളരെ വിലയുണ്ട് എന്നും ആ സമയം നഷ്ടപ്പെടുത്തിയാൽ പിന്നീട് ഖേദിക്കേണ്ടി വരുമെന്നും വിശുദ്ധ ഖുർആൻ ലോകത്തോട് പറയുന്നുണ്ട്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ഇത് സമയത്തിൻ്റെ പ്രാധാന്യത്തെയാണ് വിളിച്ചോതുന്നത്. യൂറോപ്പ് കാര്യമായി പരിഗണിച്ച ഒരു കൺസെപ്റ്റ് സമയത്തിൻ്റെ പങ്ക്ച്വാലിറ്റിയാണ്. ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് പഠിക്കാൻ പോയി അവിടെ നിന്ന് ബാരിസ്റ്റർ പരീക്ഷ പാസ്സായി വന്ന മഹാത്മജിയും അതുപോലെ ദേശീയ സ്വാതന്ത്ര്യത്തിന് നേതൃത്വം നൽകിയ വലിയ വ്യക്തിത്വങ്ങളുമെല്ലാം യൂറോപ്പിൽ പോയി കുറേ നല്ലത് അവിടെ നിന്ന് അവർ പഠിച്ചിട്ടുണ്ട്. ആ നല്ലതെല്ലാം ഇസ്ലാം അതിനെ അനുകൂലിക്കുകയാണ്. നല്ലത് മുഴുവനും ഉൾക്കൊള്ളുക എന്നൊരു ശൈലിയാണ് ഇസ്ലാമിൻ്റേത്. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ദൗർഭാഗ്യവശാൽ നന്മകളായാൽ പോലും അത് പിന്തുടരുകയോ പതിവാക്കുകയോ ചെയ്യരുത് എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ നാട്ടിൽ ശക്തിപ്പെട്ടു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് എതിരിലുള്ള ബിദഈ കക്ഷികളുടെ നിലപാട് വളരെ വേദനാജനകമാണ്. അവരുടെ വാദം നന്മകളാണെന്ന് സ്ഥിരപ്പെട്ട കാര്യങ്ങൾ പോലും പതിവായി ചെയ്യരുത് എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹ. ബുഖാരിയുടെ ഹദീസാണ്. അമലുകളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം പതിവായി ചെയ്യുന്ന അമലുകളാണ്. പതിവായി അത് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്താലും ചെയ്തില്ലെങ്കിലും നല്ലതാണെങ്കിൽ നമുക്ക് പതിവാക്കാം. അതിനാണ് റാത്തിബ് എന്ന് പറയുന്നത്. റാത്തിബ് പതിവാക്കുന്നത്. അഹ്ലുസുന്നത്തിൻ്റെ എതിരിലുള്ള കക്ഷികൾ നന്മകൾ പതിവാക്കുന്നത് ബിദ്അത്തായി വാദിക്കുകയും ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ അത് പാടില്ല, അത് തെറ്റാണ് എന്ന് സിദ്ധാന്തിക്കുന്ന ഒരവസ്ഥ ഇന്ന് നാട്ടിലുണ്ട്. ഇസ്ലാം മതത്തിൻ്റെ ഒരു പ്രത്യേകത നല്ലതാണെന്ന് സ്ഥിരപ്പെട്ട കാര്യങ്ങൾ ഒരാൾക്ക് പതിവായി ചെയ്യാം. ഇമാം നവവിയുടെ അൽ അദ്കാർ, ആ അൽ അദ്കാറിൽ നമുക്ക് ദിക്റുകളെ പറ്റിയുള്ള പഠനങ്ങളും ചർച്ചകളും കാണാം. ദിക്റുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ട്. ആ ദിക്റുകൾ പതിവാക്കാൻ വേറെ ഒരു ഓർഡർ ആവശ്യമില്ല. ദിക്ർ ആണോ 5 സമയത്തൊഴികെ ദിക്റുകൾ ചൊല്ലാം. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഖലാഇൽ ദിക്ർ പാടില്ല, ഇൻദൽ ജിമാഅ് പാടില്ല, നിസ്കാരത്തിലെ ഖിയാമിൽ ഖുർആനാണ് വേണ്ടത്, അവിടെ ദിക്റുകൾ ഇല്ല. അങ്ങനെ ദിക്റുകൾ പറ്റാത്ത സ്ഥലങ്ങൾ 4-5 മാത്രമാണ്. ബാക്കി എല്ലാ സമയത്തും ദിക്റുകൾ ചൊല്ലാനുള്ള അനുവാദം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ അതിൻ്റെ വാതിൽ ജനങ്ങൾക്ക് തുറന്നു കൊടുത്തു. ഒരു മയ്യിത്തിൻ്റെ സമീപത്ത് വെച്ച് ഖുർആൻ ഓതാമോ എന്ന വിഷയത്തെപ്പറ്റിയുള്ള ചർച്ചയിൽ ആദരണീയരായ നെല്ലിക്കുത്ത് ഉസ്താദ്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറ മെമ്പറും മലപ്പുറം ജില്ലാ ജമിയത്തുൽ ഉലമയുടെ അധ്യക്ഷനുമൊക്കെയായി മർക്കസിൽ ഏറെക്കാലം മുദരിസായി സേവനം ചെയ്ത ഉസ്താദ് ഒരിക്കൽ പറഞ്ഞു, മയ്യിത്തിൻ്റെ അടുക്കൽ വെച്ച് ഒരാൾ ഖുർആൻ ഓതുന്നു,
ആ ഖുർആൻ പാടുണ്ടോ ഇല്ലേ? ഖുർആനും ദിക്റും പാടില്ല എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലുണ്ട്, അല്ലാത്ത സമയത്തൊക്കെ അത് അനുവദനീയമാണ്. ഖുർആൻ ഓതുന്ന സ്ഥലത്ത് മയ്യിത്തുണ്ടാവാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഉസ്താദ് ഒരിക്കൽ ചോദിച്ചു. ഒരാൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അയാൾ യാസീൻ തുടങ്ങി. ആ യാസീൻ അയാൾ ഓതുമ്പോൾ അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ കാലത്ത് ഒട്ടകപ്പുറത്ത് യാസീൻ ഓതിയിട്ടുണ്ടായിരുന്നോ? ആ ചോദ്യം ചോദിച്ചുകൊണ്ട് മുഅ്മിനീങ്ങളായ ആളുകൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്തുകയാണ് ഇവിടെയുള്ള സുന്നികളല്ലാത്ത വിഭാഗങ്ങൾ. അത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. നിസ്കാരത്തിൽ ഫാത്തിഹ ഓതുന്നു, ഒരു സൂറത്തും ഓതുന്നു. ആ സൂറത്തിന് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് എന്നൊരു സൂറത്ത് ഒരു സ്വഹാബി പതിവായി ഓതാൻ തുടങ്ങി. ആ നിസ്കാരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പരാതി പറഞ്ഞു. എല്ലാ നിസ്കാരത്തിലും ഖുൽ ഹുവല്ലാഹു അഹദ്, ഫാത്തിഹ, ഒരു സൂറത്ത്, പിന്നെ ഖുൽ ഹുവല്ലാഹു അഹദ്. ആ സഹാബിയെ മുത്ത് നബി വിളിച്ച് ചോദിച്ചു, എന്താണിങ്ങനെ? ഞാൻ ചെയ്യാത്ത ഒരു കാര്യം താങ്കൾ എന്തിനു ചെയ്യുന്നു? അത് പാടില്ലാത്തതാണ് എന്ന് പറയുകയല്ല ചെയ്തത്, മറിച്ച് ചോദിച്ച് എന്താണ് ഇത് ഓതാനുള്ള കാരണം? ആ സ്വഹാബി മറുപടി പറഞ്ഞു, ഇന്നി ഉഹിബ്ബുഹ, എനിക്ക് ആ ഖുൽ ഹുവല്ലാഹു അഹദിനോട് വളരെ ഇഷ്ടമാണ്. ഇഷ്ടമുള്ള ഒരു നല്ല കാര്യം ചെയ്യാം, അത് ഇന്ന സമയത്തും ഇന്ന സ്ഥലത്തും പ്രത്യേകം വേണ്ടതാണ് എന്ന് കരുതുമ്പോൾ മാത്രമാണ് ചെറിയൊരു തടസ്സമുള്ളത്. ആ കരുതൽ ഇല്ലാതെ ഏത് കാര്യവും മുഅ്മിനായ മനുഷ്യന് ചൊല്ലാം. ഇമാം ബുഖാരിയുടെ ഹദീസിൽ കാണാം, ഇന്ന മഹബ്ബതക ഇയ്യാഹ അദ്ഖലകൽ ജന്ന. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ആ സൂറത്തിനോട് താങ്കൾ കാണിക്കുന്ന സ്നേഹം താങ്കളെ സ്വർഗത്തിലെത്തിക്കും. അത് പാടില്ല എന്ന് പറഞ്ഞില്ല. ഞാൻ പതിവാക്കിയത് നിങ്ങൾ എന്തിനു പതിവാക്കുന്നു എന്ന് ചോദിച്ചില്ല. അപ്പോൾ സമയത്തെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ ധാരാളം ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലി ഖൈറായ കാര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ മുഅ്മിനീങ്ങളോട് എപ്പോഴും നിർദ്ദേശിക്കുന്ന മഹാന്മാരായ ഉലമാക്കളാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉലമാക്കൾ. ഖൈറ് വർദ്ധിപ്പിക്കാനാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള ആഹ്വാനം. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് പഴയ കാലം മുതൽക്കേ ഉലമ ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിക്ർ വേണം എന്ന് പറഞ്ഞ് ഒരു ഉസ്താദിൻ്റെ അടുത്ത് പോയാൽ ആ ഉസ്താദ് 5 നേരം നിസ്കരിക്കുന്ന ശരീഅത്തിന്റെ അമലുകൾ പൂർണ്ണമായി പാലിക്കുന്ന ഗുരുവാണ് എങ്കിൽ ആ ഗുരുവിനോട് ദിക്ർ വാങ്ങി അത് നമുക്ക് പതിവാക്കാം. സ്വനാഇയായ വാജിബായി ആ ദിക്റുകൾ മാറുന്നു. അതാണ് ബൈഅത്ത്. ആ ബൈഅത്തുകളിലൂടെ ഇതുപോലെയുള്ള നന്മകൾ വർദ്ധിപ്പിക്കുന്ന ഒരു കൾച്ചർ നൂറ്റാണ്ടുകളായി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ അതിനെല്ലാം പ്രത്യേകമായ മുദ്രകൾ കുത്തി നന്മകളിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കുന്ന സ്വഭാവമാണ് ഇവിടെ അഹ്ലുസുന്നത്തിന്റെ എതിരിലുള്ള ആളുകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതെല്ലാം കൂടി പോയി ഇപ്പോൾ എവിടെ എത്തി എന്ന് ചോദിച്ചാൽ ഇസ്ലാം എന്ന് പറയുന്ന ആ മഹത്തായ ആശയത്തിൽ നിന്ന് പിന്നോട്ട് പോയി ഇപ്പോൾ യൂറോപ്പ് എന്തു പറയുന്നുവോ, പടിഞ്ഞാറ് എന്തു പറയുന്നുവോ അതിൻ്റെ പിന്നാലെ നമ്മളെ യുവാക്കളെ ബിദ്അത്തുകാർ ആ വഴിയിലേക്ക് നയിച്ചങ്ങനെ കൊണ്ടുപോവുകയാണ്. ഈ വലിയൊരു അപജയത്തിൽ നിന്ന് ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്താനുള്ള ഒരേ ഒരു വഴി, ഉലമാഇനെ ഞങ്ങൾ അംഗീകരിക്കും, ഞങ്ങൾ അവരോടൊപ്പമാണ്. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ധാരാളം മഹാന്മാരായ അമ്പിയാക്കളുടെ കഥകൾ, ചരിത്രങ്ങൾ, മൗലിദ്, അമ്പിയാക്കളെ മൗലിദാണ് ഖുർആനിലുള്ളത്. ആ അമ്പിയാക്കൾ ജനിച്ച ചരിത്രം, അവർ ജീവിച്ച ചരിത്രം,
അവർ പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്തു എന്നതിൻ്റെ ചരിത്രമാണ് ഖുർആനിൽ ധാരാളമായി ഉള്ളത്. അങ്ങനെ ആ മഹാന്മാരായ നബിമാരെ പരിചയപ്പെടുത്തിയിട്ട് ഉലൈകല്ലദീന ഹദല്ലാഹ്, ഈ മഹാന്മാരായ ഉലമാക്കളാണ്, ഈ മഹാന്മാരായ അമ്പിയാക്കളാണ് നിങ്ങൾക്ക് പിന്തുടരാൻ പറ്റിയ ആളുകൾ, അവരോട് നിങ്ങൾ പിന്തുടരുക. ഈ ആഹ്വാനം കേൾക്കുകയും ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ അവിടെ ബൈത്തുൽ മുഖദ്ദസിൽ മഹാന്മാരായ അമ്പിയാക്കളെ പിന്തുടരുവാനുള്ള പ്രതിജ്ഞയ്ക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈത്തുൽ മുഖദ്ദസിലെത്തി ആ നബിമാരോട് ബൈഅത്ത് ചെയ്ത് പ്രതിജ്ഞ ചെയ്യുകയാണ്. വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹതൻ യുഅബദൂൻ. നിങ്ങൾ ഈ മഹാന്മാരായ നബിമാരോട് ചോദിച്ചു നോക്കൂ, അവർ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ദീൻ പ്രചരിപ്പിച്ചത്. അവരോട് ചോദിച്ച് പഠിക്കാനാണ് മുത്തുനബിക്ക് ഓർഡർ. അത് തിരുദൂതരോട് മാത്രമല്ല, ഈ ഉമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണല്ലോ മഹാന്മാരായ സ്വഹാബത്ത്. ആ സ്വഹാബത്തിനോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ എന്താണോ നിങ്ങളോട് ആ നേതാവ് പറയുന്നത് അത് പൂർണ്ണമായി അനുസരിക്കണം, പ്രവാചകനെ പൂർണ്ണമായി അനുസരിക്കണം. ഫൽയഹ്ദർ അല്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്നത്തുൻ ഔ യുസീബഹും അദാബുൻ അലീം. സൂറത്തുൻ നൂർ. അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് കൽപ്പിക്കുന്നുവോ അത് അപ്പാടെ സ്വീകരിച്ചു കൊള്ളണം. അത് നമ്മളെ യുക്തിക്ക് ഒത്താലും ശരി, ഒത്തില്ലെങ്കിലും ശരി. അതായിരുന്നു സ്വഹാബത്തിന്റെ ജീവിത രീതി. ലൈലത്തുൽ ജിന്ന്, മക്കത്ത് അതാ ജന്നത്തുൽ മുഅല്ലയിലേക്ക് പോകുന്ന വഴിയിൽ അവിടെ ഒരു പള്ളി കാണാൻ, മസ്ജിദുൽ ജിന്ന്, ജന്നത്തുൽ മുഅല്ലയുടെ അടുത്ത്. അവിടെ എത്തിയപ്പോൾ തൻ്റെ കൂടെയുള്ള സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുല്ലാ, എൻ്റെ കൂടെ വരികയാണെങ്കിൽ ഒരു കാര്യം, ഞാനൊരു വര വരച്ചു തരാം, ആ വരയുടെ ഉള്ളിൽ നിങ്ങൾ നിൽക്കണം, അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ വരരുത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയുന്നു, ബുഖാരിന്റെ ഹദീസിൽ കാണാം, ആ വരയിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് നിന്നു. എന്താണോ ഗുരു പറയുന്നത്, ഇസ്ലാമിക ശരീഅത്ത് നിരോധിച്ചിട്ടില്ലാത്ത ഏത് കാര്യമാണോ ഗുരു പറയുന്നത് അത് സ്വീകരിച്ചു കൊള്ളണം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ആ വരച്ച വരയിൽ നിന്നു. ജിന്നുകൾക്ക് ഖുർആൻ ഓതി കേൾപ്പിച്ച് അവർക്ക് ഉപദേശം നൽകി തിരുദൂതർ തിരിച്ചു വരുന്നു. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ആ വരച്ച വരയിൽ തന്നെയുണ്ട്. ആദരണീയരായ ഉസ്താദുമാരുടെ കീഴിൽ കിതാബ് ഓതി പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ, ആ മുതഅല്ലിമീങ്ങൾ പിന്നീട് ബിരുദം വാങ്ങി, സനദ് വാങ്ങി, അവരും മുദരിസുമാരായി. അതിനുശേഷവും അവർക്ക് നേരത്തെ അറിവ് പഠിപ്പിച്ചു കൊടുത്ത ആ ഗുരുവുമായുള്ള ബന്ധം അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് നിലനിർത്തുകയാണ്. ആ ശൈഖിനെ അവർ കാണുകയാണ്. ആ ശൈഖ് അവരുടെ മാർഗദർശിയാണ്. അവരുടെ വീടുണ്ടാക്കുമ്പോൾ അവിടെ പോയി ചോദിക്കും, വിവാഹ സമയത്ത് അവരോട് ചോദിക്കും, കുഞ്ഞ് ജനിച്ചാൽ കുഞ്ഞിന് പേരിടാൻ ആ ഉസ്താദിനെ അവർ സമീപിക്കും. ഇതാണ് ഈ കേരളക്കരയിൽ ഉലമാ ഉണ്ടാക്കി വെച്ച പൈതൃകം. ആ കാലഘട്ടത്തിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. സമ്പൂർണമായ അച്ചടക്കം. ഇന്നമാ കാന ഖൗലുൽ മുഅ്മിനീൻ ഇദാ ദുഊ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമിഅനാ വഅതഅനാ. വിശുദ്ധ ഖുർആൻ, അതും സൂറത്തുൻ നൂറിൽ തന്നെ. മുഅ്മിനീങ്ങളായ ആളുകളുടെ പ്രഖ്യാപനം, സാധാരണക്കാരായ ആളുകളുടെ നിലപാട്, അവരോട് ഇസ്ലാമിന്റെ ഒരു കാര്യം അവരോട് പറഞ്ഞാൽ അയ്യഖൂലു സമിഅനാ വഅതഅനാ, ഞങ്ങൾ അത് കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു, ഉൾക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ നിലപാട്. അല്ലാതെ നിങ്ങൾ ഈ പറയുന്നത് എൻ്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് എന്ന ഒരു മറുപടി മുഅ്മിനീങ്ങളെ വായിൽ നിന്ന് കാലം ഇത്രയും ഉണ്ടായിട്ടില്ല.
കാരണം ഈ പറയുന്ന ആളാരാണ്? ശരീഅത്ത് മുറുകെ പിടിക്കുന്ന വ്യക്തിയാണ്, നിസ്കരിക്കുന്നവരാണ്. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാത്തി വൽ അശിയി. സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞു, 5 നേരം നിസ്കരിക്കുന്ന, യദ്ഊന റബ്ബഹും ബിൽഗദാത്തി വൽ അശി. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, 5 വഖ്ത് നിസ്കരിക്കുന്ന മഹാന്മാരോടൊപ്പം നിന്റെ ശരീരത്തെയും നിന്റെ മനസ്സിനെയും നീ ഉറപ്പിച്ചു നിർത്തുക, അവരെ സംഘടനയിൽ നീ ചേരുക, അവര് പറയുന്ന റൂട്ട് നീ ഉൾക്കൊള്ളുക. കാരണം അവർ ശരീഅത്ത് പൂർണ്ണമായി മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടവരാണ്. ഈ കേരളക്കരയിൽ ഇൽമു പഠിക്കാൻ വലിയ സ്ഥാപനങ്ങളില്ലാത്ത കാലത്ത് തമിഴ്നാട്ടിലെ വെല്ലൂരിൽ അവിടെ നിന്ന് ഇൽമു പഠിച്ചു വന്ന, വടക്കേ ഇന്ത്യയിലെ വലിയ സ്ഥാപനങ്ങളിൽ നിന്ന് അറിവ് പഠിച്ചു വന്ന ആ മഹാന്മാരായ ഉലമാക്കളാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ രൂപീകരിച്ചിട്ടുള്ളത്. 4 മദ്ഹബിലും ഫത്വ കൊടുക്കാൻ പ്രാപ്തിയുള്ള, അങ്ങനെ ഫത്വ കൊടുത്തിട്ടുള്ള ബഹുമാനപ്പെട്ട അഹ്മദ് ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ കേരളക്കരയിൽ പലപ്പോഴും വന്നിട്ടുണ്ട്. അവരുടെ നിർദ്ദേശപ്രകാരമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ രൂപം നൽകിയത്. ആ വലിയ മഹാന്മാർ പിന്നീട് SYSന്റെ 40ാം വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ മർകസു സഖാഫത്ത് സുന്നിയക്ക് തറക്കല്ലിടാൻ അതിനു മുൻപ് വന്നിട്ടുള്ള ഡോക്ടർ മുഹമ്മദ് അലവി അൽ മാലിക്കി മക്കത്തെ മുദരിസാണ്, മസ്ജിദുൽ ഹറാമിലെ മുദരിസ്. ആ വലിയ മഹാനായ ആ പണ്ഡിതൻ റൗള ഷരീഫിൽ ചെന്ന് മുത്തുനബിയോട് അനുവാദം ചോദിച്ച്, ആ അനുവാദം കിട്ടിയതിന് ശേഷമാണ് ഈ കേരളക്കരയിൽ ഈ മഹാന്മാരായ ഉലമാഇന്റെ കൂടെ ഇവിടെ വന്ന് ഇവിടെ ദുആയിൽ പങ്കെടുത്ത് അദ്ദേഹം അവരുടെ കൈകൊണ്ട് സ്ഥാപനങ്ങൾക്ക് തറക്കല്ലിട്ടു. സമസ്തയുടെ കോഴിക്കോട്ടെ ഓഫീസിന്റെ തറക്കല്ലിട്ടതും മഹാനവറുകളാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു ആഭിമുഖ്യം ഈ രാജ്യത്ത് നിലനിർത്താൻ നമ്മൾ വളരെയധികം അധ്വാനിക്കേണ്ടതുണ്ട്. നമ്മൾ പഴയ കാലത്തുള്ളവരെക്കാൾ അധ്വാനിക്കേണ്ടതുണ്ട്. കാരണം അന്ന് അവരുടെ മുൻപിൽ ചെറിയ വെല്ലുവിളികൾ മാത്രമേ ഉള്ളൂ. അവർക്ക് ഇവിടെ ഫെസിലിറ്റീസിൻ്റെ കുറവായിരുന്നു, പഴയ ആലിമീങ്ങൾക്ക് സൗകര്യങ്ങൾ കുറവായിരുന്നു. നമ്മളെ കാലം അതല്ല, നമുക്കെല്ലാ സൗകര്യവുമുണ്ട്. നേരത്തെ ആദരണീയരായ കുമ്പോൽ തങ്ങൾ വളരെ ഹൃദയസ്പൃക്കായ രൂപത്തിൽ വളരെ മനോഹരമായി നമ്മോട് പറഞ്ഞു വെച്ച കാര്യങ്ങൾ മറന്നു പോകരുത്. ഓരോ ആലിമും ചെയ്യേണ്ടതെല്ലാം പഴയ കാലത്തുള്ള ഉലമാവ്, അന്ന് ലേഖനം എഴുതേണ്ടവർ അത് എഴുതിയിട്ടുണ്ട്, പള്ളി ദർസുകൾ നടത്തിയിട്ടുണ്ട്. തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ആ പുസ്തകം, അത് ഇംഗ്ലീഷുകാർക്കെതിരെ പടപൊരുതാൻ വന്നോളൂ, നമുക്ക് അവരെ എതിർക്കാൻ നാം ശ്രമിച്ചാൽ വിജയിക്കും, പ്രേരണ നൽകിക്കൊണ്ട് സൈനുദ്ദീൻ മഖ്ദൂം മഹാനവർകൾ, പൊന്നാനിയിൽ വിശ്രമിക്കുന്ന മഹാനവർകൾ, മാഹിയിൽ വിശ്രമിക്കുന്ന സൈനുദ്ദീൻ രണ്ടാമൻ, പൊന്നാനിയിലുള്ള സൈനുദ്ദീൻ ഒന്നാമൻ റഹ്മത്തുള്ളാഹി അലൈഹി, അവര് ഖുർആൻ മനഃപ്പാഠമാക്കി അൽ അസ്ഹറിൽ പോയി ഉപരിപഠനം നടത്തി വീണ്ടും ഈ കേരളത്തിൽ വന്ന് പള്ളി ദർസുകളുടെ തുടക്കം കുറിച്ചുകൊണ്ട് ഒരു വലിയ വിപ്ലവമുണ്ടാക്കിയ മഹാന്മാർ മുഴുവനും പ്രകൃതിയിൽ അവർക്ക് സാങ്കേതികമായി പല തടസ്സങ്ങളുണ്ടായിരുന്നു, അതൊക്കെ തരണം ചെയ്ത് അവർ അധ്വാനിച്ചു. അവരെ നമ്മളെ കയ്യിൽ പതാക തന്നു. ആ പതാക ഇപ്പോഴും നമ്മളെ കയ്യിലുണ്ട്. അങ്ങനെ മാത്രം മനസ്സിലാക്കിയാൽ മതി. ആ പതാക നമ്മളെ കൂടെയുണ്ട്. ആ പതാക നമ്മളെ കൂടെ ഉണ്ടായാൽ മാത്രം പോരാ, നമുക്ക് ആ ആലിമീങ്ങളെക്കാൾ നമ്മുടെ മുൻപിൽ വെല്ലുവിളികൾ പല രൂപത്തിലുണ്ട്. ആ വെല്ലുവിളികളെ തരണം ചെയ്യാൻ നമുക്ക് കഴിയണം. നമ്മുടെ രാജ്യത്ത് നമ്മെ നോക്കുകയാണ് ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളും. നമ്മുടെ നിലപാടെന്താണ്? ആലിമീങ്ങൾ എന്ന നിലയിൽ പല ഉത്തരവാദിത്തങ്ങളും നാം നിർവഹിക്കേണ്ടതുണ്ട്. ഖുർആനിലെ ഒരായത്തോതി
നിസ്കാരത്തിൻ്റെ ബഹുമാനം മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു ആ കാലഘട്ടത്തിലുള്ള ആലിമീങ്ങൾ. കുതിബ അലൈക്കുമുസ് സിയാം എന്ന ആയത്തോതി നോമ്പിൻ്റെ മഹത്വം പറഞ്ഞാൽ മതിയായിരുന്നു ആ കാലത്തെ ആലിമീങ്ങൾ. ഇന്ന് കാലം മാറിയിരിക്കുന്നു. ഇന്ന് നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, നമ്മെപ്പറ്റി പല ആളുകളും തെറ്റിദ്ധരിച്ചത് ഇത് നേരം വെളുക്കാത്ത ഒരു ടീമാണ്. പക്ഷേ നേരം വെളുത്തു എന്ന് തെളിയിച്ചുകൊണ്ട് നമ്മളെ നേതാക്കന്മാർ, ലീഡേഴ്സ് വളരെ മുൻപിൽ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ആവേശം ഒട്ടും കുറയാതെ ഇനിയും നമ്മൾ മുന്നോട്ട് പോകണം. ഇന്ത്യയുടെ ഭരണഘടന, നമ്മുടെ ആലിമീങ്ങൾ, അത് എന്താണ് എന്നതിൻ്റെ ഉള്ളടക്കം ഒന്ന് അറിയണം. കാരണം നമ്മൾ ജീവിക്കുന്നത് പൊതുസമൂഹത്തിലാണ്. പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ പൊതുവിവരം അവർ ഉൾക്കൊള്ളുക തന്നെ വേണം. ഭരണഘടനയിൽ ഭൂരിപക്ഷവുമുണ്ട്, ന്യൂനപക്ഷവുമുണ്ട്. ആ ഭൂരിപക്ഷത്തെ എങ്ങനെയാണ് നാം സമീപിക്കേണ്ടത്? ന്യൂനപക്ഷത്തെ ഭൂരിപക്ഷങ്ങൾ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത്? ഇത് സംബന്ധമായൊരു പഠനം നമ്മുടെ ആലിമീങ്ങൾക്ക് ഉണ്ടാകണം. അതുപോലെ തന്നെ സെക്യുലറിസം, മതേതരത്വം. മതേതരത്വത്തിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് മതം ഇല്ലാത്ത അവസ്ഥ, മറ്റൊന്ന് ഒരു പ്രത്യേക മതത്തിൽ ആരും നിൽക്കേണ്ടതില്ല, ഇഷ്ടമുള്ള ഏതു മതവുമാവാം. അതാണ് ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന സെക്യുലറിസം. ജവഹർലാൽ നെഹ്റുവിൻ്റെ വിശദീകരണം വേറെ, മറ്റു പലരുടെയും വിശദീകരണം വേറെയാണ്. മതേതരത്വത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുകളും നമ്മുടെ ഉലമാക്കൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മൂന്നാമതായി, പല മതവിഭാഗങ്ങളും സമൂഹങ്ങളും ജീവിക്കുന്ന ഒരു നാടാണ്. ഈ നാട്ടിൽ മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുക എന്നത് മറ്റെല്ലാ ആലിമീങ്ങളെക്കാൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാ അതിന് പ്രാധാന്യം നൽകിയവരാണ്. അതുകൊണ്ട് തന്നെ എത്ര മണിക്കൂർ സമയം ഒരു ഉസ്താദ് പ്രസംഗിച്ചാലും ആ പ്രസംഗത്തിൻ്റെ പേരിൽ അത് കേൾക്കുന്ന വിവിധ മതസമുദായങ്ങളിൽപ്പെട്ട ഒരാളും ആ ഉസ്താദിൻ്റെ ശത്രുവായി മാറുന്ന പതിവ് പഴയ കാലത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും സുന്ദരമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 3 കേരള യാത്ര നമ്മുടെ ഉലമാ ഇവിടെ നടത്തി. ഉലമാ ആണ് അതിന് നേതൃത്വം നൽകിയത്. ഈ 3 യാത്രകളിലും നാം ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം മതസൗഹാർദ്ദത്തിൻ്റെതാണ്. നോമ്പും സക്കാത്തും ഹജ്ജും പഠിപ്പിക്കുന്ന അതേ ഉലമാ മതസൗഹാർദ്ദം ഒരു പ്രധാന വിഷയമായി അത് പഠിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമ നമ്മളെ വേദിയിലേക്ക് വരികയാണ്. 100 വർഷങ്ങളുടെ ഉജ്ജ്വലമായ ഇന്നലെകളിൽ നിന്ന് ആദർശവിശുദ്ധിയുടെയും വിദ്യാഭ്യാസ മുന്നേറ്റത്തിന്റെയും അടുത്ത 100 ആണ്ടുകളിലേക്കുള്ള ഉജ്ജ്വലമായ കരുതിവെപ്പുകൾക്ക് സമസ്ത സെന്റിനറി പ്രഖ്യാപിതമാകുന്നു. അജയ്യരായ നേതൃത്വം സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് വരുന്നു. മതസൗഹാർദ്ദം ഇസ്ലാമിക സംസ്കാരം അതിൻ്റെ ഒരു ചെറിയ ഭാഗം പോലും പണയം വെക്കാതെ മറ്റ് വിഭാഗങ്ങളുമായി എങ്ങനെ നമുക്ക് സഹകരിച്ച് മുന്നോട്ട് പോകാം, അത് നമ്മളെ ആലിമീങ്ങൾ ഇവിടെ കാണിച്ചു തന്നു. ഉലമാ അത് കാണിച്ചു തന്നപ്പോൾ ഒരു പോറലുമേൽക്കാതെ നമ്മുടെ വിശുദ്ധിയുള്ള ആശയം ഇവിടെ നിലനിന്നു. മറ്റു ചില വിഭാഗങ്ങളാകട്ടെ സൗഹാർദ്ദത്തിൻ്റെ പേര് പറഞ്ഞ്
സ്വന്തം നിലപാടുകൾ ബലി കഴിക്കേണ്ടി വന്നു. ആ ഒരവസ്ഥ നമ്മുടെ ഉലമാവിന് വരില്ല. കാരണം ഇന്ത്യ വളരെ മുമ്പേ ധാരാളം മതങ്ങൾ ഉള്ള ഒരു രാജ്യമാണ്. ആ ജനങ്ങളോടൊപ്പം ജീവിച്ചവരാണ് ഇന്നുള്ള നമ്മുടെ ഈ ഉലമാക്കളുടെ ഗുരുനാഥന്മാർ. അവരും അതേ റൂട്ടിൽ തന്നെ ഈ ഉലമാവും. അത് തന്നെയാണ് നമുക്കും പിന്തുടരാനുള്ളത്. അതൊരു പുതിയ വെല്ലുവിളിയായി കാണേണ്ടതില്ല. അങ്ങനെ ആധുനിക സമൂഹത്തിൽ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും ബോധപൂർവം ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമായി മാറാൻ നമുക്ക് ഇവിടെ സാധിക്കേണ്ടതുണ്ട്. പടിഞ്ഞാറൻ നാടുകളിൽ നിന്ന് ഇങ്ങോട്ട് കയറ്റി അയക്കുന്ന എല്ലാ എച്ചിലുകളും വാരിപ്പെറുക്കി എടുക്കേണ്ട ദുർഗതി നമ്മളെ ഉമ്മത്തിന് ഇല്ലല്ലോ. നമുക്ക് നമ്മുടേതായ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് ഇസ്ലാമിക ശരീഅത്ത് ഇവിടെ പ്രചരിപ്പിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും ഭരണഘടന അനുവാദം നൽകിയിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാം മുന്നോട്ട് നീങ്ങുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനമായ ഘടകം ആലിമീങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുക എന്ന പരമ്പരാഗതമായ ഒരു ശൈലി, അതാണ് നാം ഇവിടെ ഉയർത്തിപ്പിടിക്കേണ്ടത്. ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഏതെങ്കിലും സമ്മാനങ്ങൾക്ക് വേണ്ടിയുള്ള ജീവിതമല്ല, ജനങ്ങളുടെ സ്നേഹമാണ് നമുക്ക് ലഭിക്കേണ്ടത്. ആ സ്നേഹം ലഭിച്ചു. ആ കാരണം കൊണ്ട് തന്നെ ഉലമാ രാജാക്കന്മാരായി ഇന്ന് ജീവിക്കുകയാണ്. വിളിച്ചാൽ ഓടി വരുന്നു ജനങ്ങൾ. അതാ ഒരു ബഹുമാനം കൊണ്ടാണ്. അതിവിടെ നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുകയും ആ ബഹുമാനാദരവുകൾ നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലനിർത്തുന്ന ഈ അച്ചടക്കവും ഈ ഒബീഡിയൻസും അത് മറ്റൊരു സമൂഹത്തിന് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഘടനയ്ക്ക് ധീരമായി നേതൃത്വം നൽകാൻ ആദരണീയരായ സുൽത്താനുൽ ഉലമ ഉൾപ്പെടെയുള്ള ഈ നമ്മുടെ മഹാന്മാരായ ആളുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് മറ്റു പരിപാടികൾ നടക്കുന്ന ഈ വേദിയിൽ ഞാൻ പ്രഭാഷണം നീട്ടുന്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.